Welcome back to FTT. We are driving to Diskit Monastery, the oldest and largest in Nubra. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഡിസ്കിറ്റ് മൊനാസ്ട്രി. വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്, പക്ഷേ വാക്കിംഗ് നമുക്കറിയാലോ അത്ര എളുപ്പമുണ്ടാവില്ല. നമ്മളിങ്ങനെ വെൽ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എത്ര ഡിഗ്രി ഉണ്ട്? കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ തണുപ്പ് മാത്രമല്ല, കാറ്റടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫൈൻ പൊടി വരുന്നുണ്ട്. ഈ ഏരിയ നുബ്ര വാലി ഈസ് ഫേമസ് ഫോർ സാൻഡ് ഡ്യൂൺസ്. കോൾഡ് ഡെസേർട്ടിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരു ഡെസേർട്ട് ഉള്ളത് ഭയങ്കര പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ. ഈ പൊടിക്കധികം നമ്മൾ പോണത് മറ്റേ മുട്ട ഓടിക്കാനായിട്ട്. മാസ്ക് കണ്ടില്ലേ? ഇല്ലേ? അപ്പൊ നോക്കി ഫ്രണ്ടില് എന്തോ. അയ്യോ, ഓക്കെ. പൊടിയടിക്കുന്നതുണ്ട്. അതാണ് വൈറ്റ് സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ പക്ഷെ പെട്ടെന്ന് ഇരുട്ടായ പോലെ 4:20 4:20 പെട്ടെന്ന് ഇങ്ങനെ സൂര്യൻ പോയി ഒരു ക്ലൗഡി ആയിട്ടുണ്ട്. അപ്പോൾ ദിസ്കിത് മൊനാസ്ട്രി കാണാം. 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തു, എല്ലാവരും ഒന്ന് ശാന്തരായി. അതേ വീണു എന്തൊക്കെയോ. പിന്നിൽ ലഗേജ് ഒന്നുമില്ലാണ്ടായി. ഒക്കെ നമ്മൾ ലേലിറക്കി വെച്ചു. ഇതെന്തായാലും ഒരു ഗംഭീരം കാഴ്ചയാണ് കേട്ടോ. സ്പെക്ടാക്കുലർ വ്യൂ എന്നൊക്കെ പറയുന്നത് ഇതാണ്. നല്ല നമുക്കൊരു വ്യൂ കണ്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റുന്നത് വളരെ കുറച്ച് മൊനാസ്ട്രികളെ പറ്റാറുള്ളൂ. ഇപ്പോൾ നുബ്രയുടെ തലസ്ഥാനമാണ് ദിസ്കിറ്റ്. ആ ദിസ്കിറ്റിലെ ഏറ്റവും വലിയ കാഴ്ചയാണ് ദിസ്കിറ്റ് മൊനാസ്ട്രി. നല്ല കമാനം, സ്തൂപങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നുബ്ര വാലി റീജിയനിൽ മൊത്തം എടുത്തു നോക്കിയാലും ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മൊനാസ്ട്രി ഗോംപ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ കാണണം. ഒരു ഡ്രൈവ് ഇൻ എൻട്രി ടിക്കറ്റ് കൗണ്ടറാണ്. അത് നന്നായി. ഇപ്പോൾ 30 റുപ്പീസാണ് പെർ ഹെഡ്. അത്ര കൂടുതലല്ല, കാരണം ഇത്രയും പ്രശസ്തമായ ഒരു മൊനാസ്ട്രിക്ക് ദ ടിക്കറ്റ് ഇസ് ജസ്റ്റ് നോമിനൽ. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേകളുണ്ട്. മിക്കവാറും മൊനാസ്ട്രിയോട് ചേർന്ന് ഇങ്ങനെ മോങ്സ് തന്നെ നടത്തുന്ന കഫേസ് കാണാറുണ്ട്. മൊനാസ്ട്രിയുടെ നല്ലൊരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ വഴിയിൽ നിന്ന്. അതിൻ്റെ ഒപ്പം തന്നെ സ്തൂപങ്ങൾ, ഒരേ ഫ്രെയിമിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു സ്തൂപങ്ങൾ. ഈ മഞ്ഞുമലകളുടെ പശ്ചാത്തലത്തിൽ ആ അപ്പുറത്തെ കുന്നുമ്മ മൈത്രേയ ബുദ്ധ സ്റ്റാച്യു അതിങ്ങനെ രസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം കോട്ടൊക്കെ ഇട്ടൊന്ന് വാമാക്കിയിട്ടേ നടക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഓൾട്ടിറ്റ്യൂഡാണ്. പിന്നെ സൂര്യൻ പോയി തുടങ്ങിയല്ലോ. നല്ല തണുപ്പ്. ദിസ്കിറ്റ് മൊനാസ്ട്രി, ഗാൾഡൻ താഷി ചോസ്ലിംഗ്, അതാണ് ഇതിൻ്റെ പേര്. ഇത് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫൗണ്ടഡ് ബൈ ചക്സം ഷസ്രാബ് സാങ്പോ. നന്നായിട്ടുണ്ട്. 1433 AD. നിമ്യ ഗ്യാങ്സ്വ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ പണിതത്. വലിയ സംഭവമാണ്. ആ ഫോട്ടോ നോക്കി, ലെയർ ആയിട്ട്. മൈത്രേയ ബുദ്ധ. ആ ബുദ്ധൻ ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. കയറാൻ പറ്റും. വാലിയിലേക്ക് നോക്കിയിരിക്കണം. അപ്പം നമ്മൾ അവിടെ ക്യാമൽ റൈഡൊക്കെ നടത്തുമ്പോൾ പുള്ളി അതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കും. നമ്മളിങ്ങനെ സ്റ്റെപ്സ് കയറുമ്പോൾ സൈഡ് വാൾസ് ഒക്കെ ഇങ്ങനെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള നല്ല പടങ്ങൾ, പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ നല്ല പുതിയ ഫ്ലാഗ്സ്, എസ്തെറ്റിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു രസമായിട്ടുള്ള. എന്തെങ്കിലും ഫെസ്റ്റിവൽസ് കഴിഞ്ഞോന്ന് അറിയില്ല, നല്ല കളർഫുൾ ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് മൊത്തത്തിലിവിടെ. നമ്മൾ ലേയിൽ പോയ സ്പിറ്റുക് മൊനാസ്ട്രിയേക്കാളൊക്കെ കുറച്ചും കൂടി പുതുമ തോന്നുന്നുണ്ട്. തോന്നുന്നു മാത്രമല്ല, ഇത് പുതിയതാണ് അതിനേക്കാളും. വെൽക്കം ടു ദിസ്കിറ്റ് മൊനാസ്ട്രി. ഈ വെല്ലും കമ്മും ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും എഴുതുന്നത്. എൻട്രിയിൽ തന്നെ ഒരു വലിയ മോണി വീൽ, പ്രേയർ വീൽ ഉണ്ട്. പക്ഷെ അതവിടെ നിൽക്കാൻ തിരി സ്ഥലം കുറവാണ്. ഒന്ന് തിരിച്ചു വേഗം പുറത്തിറങ്ങി. തിരിച്ചത് ആൻറ്റി ക്ലോക്ക് വൈസായി പോയി. ക്ലോക്ക് വൈസ് തിരിക്കേണ്ടത്. ആരും കാണാൻ നന്നായി. അതിൽ സ്റ്റെപ്സ് കയറൽ എളുപ്പമല്ല കേട്ടോ.
പക്ഷേ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മളെ മൈത്രേയ ബുദ്ധ കാത്തോളണേ, വായുബലം തരണേ എന്ന് മാത്രമാണ് ഇപ്പോൾ ചിന്ത. അതെ, ഓഷ്യൻ ശരിക്കും തിരിക്കുന്നുണ്ട് ക്ലോക്ക് വൈസ്. പ്രാർത്ഥനകൾ മുകളിലേക്ക് ഉയരട്ടെ. മൊണാസ്ട്രിയുടെ മെയിൻ ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ നടുത്തളത്തിലെ ലുംത, ഈ കൊടിമരത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന രീതി പൊതുവേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾക്കുണ്ട്. ഇവിടെ 100ഓളം സന്യാസികൾ താമസിക്കുന്നുണ്ട്. പിന്നെ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിനായിട്ട് ഒരു ചെറിയ സ്കൂള്, റെസിഡൻഷ്യൽ സ്കൂൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ആ റെഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേ പാലസിൽ കണ്ട ബ്ലാക്ക് ട്വിക്സിന്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ. 14-ാം നൂറ്റാണ്ടിൽ പണിത് ഇവിടെ ഇങ്ങനെ ഈ മലമുകളിൽ തലയുയർത്തി നിൽക്കണ ഈ ദിസ്കിറ്റ് മൊണാസ്ട്രി 10,000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്. നല്ലൊരു ടിപ്പിക്കൽ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. നമ്മൾ ഭൂട്ടാനിലൊക്കെ കണ്ട മൊണാസ്ട്രികൾ നല്ല ചായ ഇതിനുണ്ട്. ആ ഗോൾഡൻ, റെഡ്, ബ്ലാക്ക് അങ്ങനെയുള്ള കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻസ്. ഇത് നുബ്ര വാലിയിലെ ജനങ്ങളുടെ മുഴുവൻ ഒരു സ്പിരിച്വൽ സോഴ്സ് ആൻഡ് സെൻറ്റർ ആണ്. ഈ മൊണാസ്ട്രിയുടെ ഭാഗമായിട്ട് 2010 പണിത് ദലൈലാമ നേരിട്ട് വന്ന് ആശീർവദിച്ച ഈ മൈത്രേയ ബുദ്ധ സ്റ്റാച്യു ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ 32 മീറ്റർ, അതായത് 106 അടി ഉയരമുള്ള പ്രതിമയാണിത്. അതിനപ്പുറത്ത് ഷ്യോഗ് നദിയുടെ ഫ്ലഡ് പ്ലെയിൻസ് ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയ, ടൗൺസ്, കുറച്ച് ഏരിയകളൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ സാൻഡ് ഡ്യൂൺസിൻ്റെ പരപ്പും. ലേക്ക് അടുത്തുള്ള തിക്സി മൊണാസ്ട്രിയുടെ ഒരു സബ് സെൻറ്റർ ആയിട്ടാണ് ഈ മൊണാസ്ട്രി പ്രവർത്തിക്കുന്നത്. ഇത് ബുദ്ധമതത്തിലെ യെല്ലോ ഹാറ്റ് സെക്റ്റിൻ്റെ കയ്യിലാണ്. ഇവിടെ മുഖ്യക്ഷേത്രം അഥവാ ദുഃഖാങ്, അതിനുള്ളിലേക്ക് കിടക്കാണ് മെയിൻ പ്രെയർ ഹാൾ. വിസിറ്റേഴ്സിന് എല്ലാവർക്കും ഫ്രീ കോഫിയോ ടീ. നൈസ്, നല്ല കാര്യമാണ്. ये क्या होती है? सत्तू है, व्हीट फ्लावर। ये बटर, ये चीज़ है। यहाँ पे खाते हैं खाना, नमकीन जनरली। ഈ മൈത്രേയ ബുദ്ധേനെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഷ്യോഗ് നദിയുടെ അപ്പുറത്തുള്ള പാകിസ്ഥാനിലേക്ക് നോക്കിയിട്ടുള്ള രീതിയിലാണ്. ഇത് നുബ്ര വാലിയെ സംരക്ഷിക്കുക, ദിസ്കിറ്റിനെ കാക്കുക, അതിനപ്പുറത്ത് ഇന്ത്യയെ പാകിസ്ഥാൻ്റെ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന വലിയൊരു ദൗത്യത്തോടു കൂടിയാണ് ബുദ്ധനെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോകസമാധാനവും ഇതിലെ തീമാണ്. അതറിഞ്ഞിട്ടുള്ള കാഴ്ചയിൽ ശ്രീ ബുദ്ധൻ ഇങ്ങനെ കൈകൂപ്പി പാകിസ്ഥാനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സിയാച്ചിൻ വാരിയേഴ്സിനെ പോലെ തന്നെ ഒരു ഇന്ത്യയുടെ ഒരു കാവൽ പടയാളിയായിട്ടാണ് ഈ മഞ്ഞുമലകളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ നമുക്ക് തോന്നിപ്പോകും. അതൊരു ആഴത്തിലുള്ളൊരു അറിവും ഒരു പ്രാർത്ഥനയാണ് ശരിക്കും.
അങ്ങനെ നമ്മൾ ഡിസ്കിറ്റ് മൊനാസ്ട്രി കണ്ടിറങ്ങി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഹുണ്ടർ സാൻഡ് ഡ്യൂൺസ് ആണ്. സമയം 5:45. നമുക്ക് ഈ ഒരു ഈവനിങ് വൈബിൽ ബാക്ട്രിയൻ ക്യാമൽ സഫാരി പിടിക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. ഇതാ പട്ടാള വണ്ടി ഉണ്ട്, പിന്നെ അതുപോലെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഡിസ്കിറ്റിൽ. ഇനി ഹുണ്ടറിലേക്ക് ചെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ചൂടൊക്കെയില്ലേ? 17 ഡിഗ്രി ഉണ്ട്. ഇപ്പൊ നല്ല ചൂടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെ, നല്ല സുഖം. കുഴപ്പമില്ല. നാളെ നമുക്ക് പോണ്ട ടുർട്ടുർക്ക് വഴിയാണിത്. ചെറിയ കുഴിയൊക്കെ ഉണ്ട് വഴി. നേരെ വന്നാൽ നല്ല സുഖം കിട്ടും. ഇന്ന് നമ്മൾ ഈ ഹുണ്ടർ വരെ പോയിട്ട് തിരിച്ചു പോരും. ക്യാമൽ റൈഡൊക്കെ ചെയ്തിട്ട്. ചെയ്യുമോ നോക്കാം. നോക്കിയിട്ട് ഹരിഹർകുണ്ട് പോലെ ഒരു 7 കിലോമീറ്ററിന് 15 മിനിറ്റ് കാണിച്ചല്ലോ. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും ആയിരിക്കും. ഹുണ്ടർ വാലിയിലേക്കുള്ള വഴി. നമ്മൾ വാലിയുടെ ഒത്ത നടുക്കിൽ നടുക്കു കൂടി യാത്ര ചെയ്യുകയാണ്. പോകുന്നത്. നടുവിലോട്ട് യൂസ് ചെയ്യരുത്. നടുവിലോട്ടൊക്കെ നമ്മുടെ മധ്യത്തിലൂടെയാണ് മദ്യമില്ലാതെയാണ് നമ്മൾ ഈ മധ്യത്തിലോട്ട് പോകുന്നത്. മാപ്പിട്ട സ്ഥലം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ എല്ലാരും വായ പൊളിച്ച പോലെ പോകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ചില ബൈക്കേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെ എല്ലാം അറിയാമല്ലോ. അവരെ പിന്തുടരുക തന്നെ. സൂര്യദേവൻ അവിടെ നിന്ന് ജ്വലിക്കുന്നില്ല. വണ്ടികൾ പോകുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഹുണ്ടർ സാൻഡ് ഡ്യൂൺസിലേക്കുള്ള വഴി അത്യാവശ്യം മോശമാണ്. അത്യാവശ്യമല്ല, നന്നായി തന്നെ. വഴിയില്ല എന്ന് തന്നെ പറയാം. മലകൾ ലെഫ്റ്റിലുണ്ട്, റൈറ്റിൽ ഇങ്ങനെ ഷോഗ് നദി പരന്ന് കിടക്കുന്നുണ്ട് വെള്ളമില്ലെങ്കിലും. അപ്പോൾ അതിൻ്റെ തീരത്ത് കൂടെ നമ്മളിങ്ങനെ മണൽപ്പരപ്പി കൂടെയും കല്ലുമ്മ കൂടെയും ഇങ്ങനെ പോണു. ഒരു ഓഫ് റോഡ് ഡ്രൈവ് ഇങ്ങനെ. എല്ലാവരും പിടിക്കുന്നത് കൊണ്ട് വണ്ടി നീങ്ങുന്നുണ്ട്. ഒന്ന് പിടിവിട്ടോ. അത്ര ഒത്തു പിടിക്കണ്ട. ഇത് കൊറേ ദൂരം പോകാനില്ല. ഇങ്ങനെ വല്ല കല്ലും കട്ടേ കയറൂട്ടാ. 2 പഞ്ചർ കഴിഞ്ഞതാണല്ലോ നമുക്ക്. ഇനി വേണ്ട. ബൈക്കുകാർ എന്തിച്ച് നിൽക്കുന്നുണ്ടോ? ഒരു ഒട്ടകത്തിനൊന്നും ഇവിടെ കാണാനില്ലല്ലോ. ആ വണ്ടിയൊക്കെ പോണ ലഡാക്ക് ജമിനിയൊക്കെ പോണതിന്റെ പിന്നാലെ പോവാം. ജിമിനി ഇവരൊക്കെ എങ്ങടെ പോണത്? നെറ്റ്വർക്കൊന്നും ഇല്ല. സസ്പെൻഷൻ മാറ്റിയത് എന്തുകൊണ്ട് നന്നായി. അതെ, എവിടെയൊക്കെ മണലുണ്ട്. 2 ലോഡ് മണല്. അല്ല, ഇവര് പോണത് അങ്ങോട്ട് തന്നെയാ. 2 ലോഡ് മണല് ഓട്ടോ ചെയ്ത നാട്ടിലേക്ക് മറച്ചു വെക്കായിരുന്നു അല്ലേ? മറച്ചു വെക്കണ്ടേ? ഇവിടെ ഡ്യൂൺസ് ആയിട്ട് കിടക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കണം. അവിടെ മണല്, ഇവിടെ വെള്ളം. മൊത്തം ജഗ പോക. ഊട്ടി കാരണം റോഡൊന്നും കാണാനില്ല. അല്ല, കണ്ടിട്ട് വിശേഷമൊന്നുമില്ല. ചിലയിടത്തോടെ പോകുന്നുണ്ട്, ചിലയിടത്തോടെ പോകുന്നുണ്ട്.
പറയണില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് എന്തിനിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം? ഫ്ലൈറ്റിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ടു നടക്കില്ലേ? അങ്ങനെയാണ് ഒരു മൂഡ്. വേണ്ട, ക്ലോസപ്പിന് പൊടി പറക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലാ. പക്ഷേ അങ്ങനെ നമ്മൾ ഹുണ്ട സാൻഡ് ഡ്യൂൺസിലെത്തി. ഈ ന്യൂബ്രവാലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. ആൻഡ് ദിസ് ഫേമസ് ഫോർ ദ ഡബിൾ ഹംപ്ഡ് ബാക്ട്രിയൻ ക്യാമൽ റൈഡ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നല്ല പൊടി പാറുന്നുണ്ട്. പൊടി കാണുമ്പോൾ എനിക്ക് സത്യത്തിലൊരു പേടിയുണ്ട്. അതൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൺജഷൻ, ചെസ്റ്റ് കൺജഷൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.